ഇതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രാജ്യത്താകെ വർഗീയതയുടെ വിഷവിത്തുക്കൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമം. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അരങ്ങേറുകയാണ്. കുറച്ച് നാൾ മുൻപാണ് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ രാജ്യം അതിതീവ്രമായ ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി വർഗീയ സംഘർഷങ്ങൾ ഉയർത്തുന്ന നിലയാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇതിനെതിരെ നല്ല രീതിയിൽ ഉള്ള പൊതുമുന്നേറ്റം ഉയർന്നു വരേണ്ട ഒരു കാലഘട്ടമാണിത്. ഇവിടെ ഗാന്ധിജിയെപ്പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് ഒഴിവാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. അതിന് പകരം ഗോഡ്സെയും സവർക്കറുമൊക്കെ വരികയാണ്. അവരെയെല്ലാം മഹാന്മാരായി ചിത്രീകരിക്കുകയാണ്. സ്വാതന്ത്ര്യസമര സേനാനിയായി ചിത്രീകരിക്കുന്നു. ഗാന്ധിജിക്കും മേലെ സവർക്കറെ പ്രതിഷ്ഠിക്കുന്ന നിലവരെ ഉണ്ടാകുന്നു. നമ്മുടെ സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്ന ചിലർ തങ്ങൾ ഗോഡ്സെ ഭക്തരാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന നിലയുണ്ടാകുമ്പോൾ എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നത് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രസങ്കല്പം ഫെഡറലിസമാണ്. ആ ഫെഡറൽ സങ്കല്പത്തെ അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് വലിയ തോതിൽ ഭരണസ്തംഭനം ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിൻ്റെ ഇരകളാണ് എന്ന് നാം കാണുന്നു. ഇപ്പോൾ GST നിരക്കുകളിൽ മാറ്റം വന്നിരിക്കുന്നു. വലിയ തിരിച്ചടിയാണ് സംസ്ഥാനങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ ആ മാറ്റങ്ങൾ വരുത്തേണ്ടത് GST കൗൺസിലാണെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന നിലയാണ് എടുത്തത്. നിരക്ക് മാറ്റങ്ങൾ സംബന്ധിച്ച് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ഒന്നുപോലും പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. നിരക്കിൻ്റെ കുറയലുണ്ടാവുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കുറവ് ബഹുജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നില്ല എന്ന അവസ്ഥയും ഉയർന്നു വരികയാണ്. ഇപ്പോൾ നികുതി നിരക്ക് മാറ്റത്തിലൂടെ ഒരു ചാക്ക് സിമെൻറ്റിന് 30 രൂപ വരെ കുറയേണ്ടതാണ്. എന്നാൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സിമെൻറ്റ് വില 35 രൂപ വരെ കൂട്ടുകയാണ് കമ്പനികൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള നടപടികൾ നമ്മുടെ ഓരോ സംസ്ഥാനത്തിനും ഉണ്ടാക്കുന്ന കുറവ് വലുതാണ്. കേരളത്തിൻ്റെ കാര്യമെടുത്താൽ 8,000 മുതൽ 10,000 കോടി രൂപ വരെയുള്ള കുറവാണ് സംഭവിക്കാൻ പോകുന്നത്. ആകെ വരുമാനത്തിൻ്റെ 15% കൂടുതലാണ് ഈ കുറവ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. കേരളവും തമിഴ്നാടും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ചില മേഖലകളിൽ വലിയ പുരോഗതി നേടിയിട്ടുണ്ട്. അത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതത്തിൽ കുറവ് വരുത്തുന്നതിന് ഇടയാക്കുകയാണ്. വലിയ തോതിൽ വെട്ടിക്കുറക്കുന്ന നില സ്വീകരിച്ചു പോവുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഫെഡറൽ തത്വത്തിന് തീർത്തും എതിരായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആശങ്കയോടെയാണ് ധനവിഹിതത്തിൽ വരുന്ന കുറവുകളെ കാണുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഈ ഘട്ടത്തിൽ തിടുക്കപ്പെട്ട് വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2003 ശേഷം ജനിച്ചവർ മാതാപിതാക്കളുടെ ജനനത്തീയതി തെളിയിക്കുന്ന രേഖകളടക്കം ഹാജരാക്കി പൗരത്വം തെളിയിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് വലിയ തോതിൽ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഇടയാക്കുന്നൊരു കാര്യമാണ്. റേഷൻ കാർഡ്, വോട്ട് തിരിച്ചറിയൽ കാർഡ് പോലുള്ള സാധാരണ രേഖകൾ സ്വീകാര്യമല്ല എന്ന നിലപാടും സ്വീകരിക്കപ്പെട്ടു.
ആദ്യം ആധാർ കാർഡ് രജിസ്റ്റർ പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നു, അതിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാം കാണേണ്ടത് ബീഹാറിൽ 65 ലക്ഷത്തോളം വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയത്. ആ പുറത്തുപോയവരിൽ ഏറിയ കൂറും സ്ത്രീകളും ന്യൂനപക്ഷ വിഭാഗവുമാണ്, മറ്റ് അവശ്യ വിഭാഗങ്ങളിൽപ്പെടുന്നവരുമാണ്. ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിനുള്ള ഒരു ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് പൊതുവെ സംശയിക്കപ്പെടുന്നത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം, തമിഴ്നാട്, അതുപോലെ പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഒക്ടോബറോടെ പുനഃപരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നു. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് നിയുക്തമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുടെ താൽപ്പര്യത്തിന് വിധേയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഈ ഘട്ടത്തിൽ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത്തരം ദേശീയ സാർവദേശീയ പ്രശ്നങ്ങൾ നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിലെ സ്ത്രീകളെ പല പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം, അതാണ് കേന്ദ്ര ഭരണത്തിൽ ഇരിക്കുന്ന വിഭാഗമെന്ന് നാം കാണണം. ആ ചിത്രീകരണ ശ്രമങ്ങളെ ജാഗ്രതയോടെ കാണുകയും സ്ത്രീ സമൂഹത്തെ കൂടുതൽ ദയനീയാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സാമ്പത്തിക നയങ്ങൾക്കെതിരായി ശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർത്തിക്കൊണ്ടുവരാനും കഴിയേണ്ടതായിട്ടുണ്ട്. ഐക്യവും പോരാട്ടവും ആണ് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന മാർഗം. അത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശരിയായ രീതിയിൽ തന്നെ നിർവഹിക്കുന്നു എന്നാണ് കാണുന്നത്. അത് തുടരാൻ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പൊതുസമ്മേളനം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.